ഗൈസ്, ഉരുണ്ടെടുക്കാനുള്ള കഷ്ടപ്പാടാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈ ദ ബൈ, ഞാനും എന്റെ അമ്മയും നമ്മളെല്ലാരും കൂടി കൂടിയിട്ട് എന്റെ മറ്റൊരു കസിന്റെ കല്യാണത്തിന് വേണ്ടി പോവുകയാണ്. അതെ, എഗെയിൻ ഒരു കല്യാണം. ചെന്ന ഉടനെ തന്നെ അവിടുത്തെ കുട്ടികളൊക്കെ വെറുപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടി അതാ ജ്യൂസ് കുടിക്കുന്നു. ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മൾ വളരെയധികം നേരത്തെ വന്നതുകൊണ്ട് പെണ്ണിന്റെ താളമിടിക്കൽ ചടങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ചെക്കനെ ഓൾറെഡി അവിടെ സ്റ്റേജിൽ കൊണ്ടിരുത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ പെണ്ണിനെയും കൊണ്ടുവരുന്നു. ഗൈസ്, അപ്പൊ നമ്മുടെ താലിയെട്ടി ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് നടന്നതെന്ന് നോക്കൂ ഗൈസ്. എന്തിനാണ് ഇങ്ങനെ ഫ്രണ്ടി വന്ന് നിൽക്കുന്നത്? എനിക്കറിയാൻ പാടില്ല, മിക്ക കല്യാണങ്ങൾക്കും ഇവർ ഫ്രണ്ടി വന്ന് നിൽക്കും. ഒന്ന് സൈഡിലോട്ട് മാറിയെങ്കിൽ നമുക്ക് കാണായിരുന്നു. നമ്മൾ അതിനു വേണ്ടി തന്നെയാണല്ലോ വന്നത്. അങ്ങനെ കല്യാണ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അതെ, പപ്പടം, പഴം, പരിപ്പ്, പായസം, സാമ്പാർ, പച്ചടി, കിച്ചടി, പുളിശ്ശേരി എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ പഴം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എല്ലാവരും എന്നെ നോക്കുന്നത് കണ്ടത് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുടുംബസമേതമായിട്ടുള്ള ഫോട്ടോ സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവേണ്ടോ ഗൈസ്. അതിന്റെ ഇടയിൽ എന്റെ കുറെ പ്രഹസനം എന്തിനാന്നറിയാൻ പാടില്ല ഗൈസ്. സത്യം പറയാലോ, എന്നെ കൊണ്ട് ഞാൻ തന്നെ പൊറുതിമുട്ടി. വെറുതെ രാവിലെ തുടങ്ങിയപ്പോഴും വീഡിയോ അവസാനിക്കാൻ നേരത്തെ ഒരു 10-200 ഹായും ബായും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരില്ല ഗൈസ്. അതാണ് ഞാൻ. എന്താ അല്ലേ, എന്ത് പറയാനാ.